ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അയോധ്യയിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കി നരേന്ദ്രമോദി സർക്കാർ. ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് പാതി നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാക്കി. മുഖ്യ യജമാനനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മതപരമായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. RSS മേധാവി മോഹൻ ഭഗവത് അടക്കം പങ്കെടുത്ത ചടങ്ങ് പൂർണ്ണമായും സംഘപരിവാർ വേദിയായി മാറി. രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മുറിവേൽപ്പിച്ച അയോധ്യയിലെ തർക്കഭൂമി ഇനി രാമക്ഷേത്രം. മതപരമായ ചടങ്ങുകളിൽ മുഖ്യ യജമാനായി മാറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻ ഭാഗവത് അടക്കം RSS നേതാക്കളുടെ സാന്നിധ്യത്തിൽ രാമവിഗ്രഹ പ്രതിഷ്ഠ നടത്തി. കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതായിരുന്നു മുഖ്യ പുരോഹിതൻ. 51 ഇഞ്ച് ഉയരമുള്ള രാമവിഗ്രഹം പ്രതിഷ്ഠയ്ക്ക് ശേഷം മൂടിക്കെട്ടിയ മിഴികൾ തുറന്നോടെ ചടങ്ങുകൾ പൂർണ്ണമായി. നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ ക്ഷേത്രത്തിന് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, രാമജന്മഭൂമി ട്രസ്റ്റ് ചെയർമാൻ സത്യഗോപാൽ ദാസ് മഹാരാജ് എന്നിവരും ഗർഭഗൃഹത്തിൽ നടന്ന പ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. അഭിജിത്ത് മുഹൂർത്തത്തിൽ രാമവിഗ്രഹ പ്രതിഷ്ഠ പൂർത്തിയാകുമ്പോൾ RSSും BJPയും രാജ്യമൊന്നാകെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മതപരമായ ചടങ്ങിനെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ പരിപാടിയാക്കി മാറ്റുകയായിരുന്നു നരേന്ദ്രമോദി. ബാബറി മസ്ജിദ് തകർത്ത് അതേ സ്ഥലത്ത് പടുത്തുയർത്തിയ രാമക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കും മുൻപായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത്. ആചാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ശങ്കരാചാര്യമാർ അടക്കം ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘപരിവാർ നേതാക്കളും പ്രമുഖരുമടക്കം 8,000-ഓളം പേർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. വിഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരും BJP ഭരണത്തിലുള്ള സംസ്ഥാന സർക്കാരുകളും പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, ദില്ലി അടക്കം സംസ്ഥാനങ്ങളും അവധിയും ആഘോഷങ്ങളുമായി RSS അജണ്ടയ്ക്കൊപ്പം നിന്നു. രാമരാജ്യമെന്ന RSS ലക്ഷ്യത്തിനായി ഭരണ സംവിധാനങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന നേർക്കാഴ്ചയ്ക്ക് കൂടിയാണ് മതേതര ഇന്ത്യ ഇന്ന് സാക്ഷിയായത്. കൈരളി ന്യൂസ്, ദില്ലി.